ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സൗദി അറേബ്യയിൽ താമസിച്ചിരുന്ന ഒരു ഉമ്മയുടെ കഥ പറയാം. സൗദി അറേബ്യയിൽ താമസിച്ചിരുന്ന ഏകദേശം 70 വയസ്സുള്ള ഒരു ഉമ്മയായിരുന്നു ഉമ്മി സാറ. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവർ 3-ാം സ്റ്റേജിലുള്ള സ്റ്റൊമക് ക്യാൻസറുമായി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഏക മകൻ ഖാലിദ് ഉമ്മയെ നോക്കാൻ വേണ്ടി ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന ഒരു കെയർ ടേക്കറെ വീട്ടിൽ നിയമിക്കുന്നു. അവളുടെ പേരാണ് സമീറ. ആദ്യത്തിൽ സമീറ എല്ലാം വളരെ നന്നായി ചെയ്തു. മരുന്ന്, ഭക്ഷണം, ആശുപത്രി യാത്ര എല്ലാം ശ്രദ്ധയോടെ കൃത്യമായ സമയത്ത്. പക്ഷേ ഒന്ന് വ്യത്യസ്തമായിരുന്നു. സമീറ വീണ്ടും വീണ്ടും ബാത്റൂമിലേക്ക് പോകും. ചിലപ്പോൾ അവൾ അകത്തു നിന്ന് കരയുന്ന ശബ്ദവും സാറയ്ക്ക് കേൾക്കാം. എപ്പോഴും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും മുഖവും. എന്താണ് പ്രശ്നം? എന്നാൽ അവൾ ഒരിക്കലും ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരു ദിവസം സാറ സഹനം തീർന്ന് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ നിനക്ക് ഈ ജോലി വിട്ടു പോകാം. ഇനി ശമ്പളമാണോ പ്രശ്നം? കുറഞ്ഞിട്ടാണോ? പറ, അതും ഞാൻ ശരിയാക്കാം. എന്നിട്ടും സമീറ മിണ്ടാതെ നിന്നു. സമീറയുടെ മൗനത്തിന് പിന്നിലെ എന്തോ ഒരു വിഷമം വിളിച്ചോതുന്നതായിരുന്നു. അവളുടെ കണ്ണിനു ചുറ്റുമുള്ള കറുത്ത പാടുകളും വാടിയ മുഖവും. സന്തോഷമോ സങ്കടമോ ആവട്ടെ, എല്ലാം വിധിയാണെന്ന് വിശ്വസിക്കുന്ന സാറയ്ക്ക് തന്റെ രോഗത്തെക്കാൾ ബുദ്ധിമുട്ടായത് സമീറയുടെ ആരും കാണാതെയുള്ള കണ്ണീരാണ്. ഒരു ദിവസം പതിവ് പോലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം സാറയ്ക്കുള്ള മരുന്നും കൊടുത്ത് സമീറ ബാത്റൂമിലേക്ക് കയറി. സമീറയുടെ നേർത്ത വിങ്ങൽ സാറയ്ക്ക് പുറത്ത് കേൾക്കാമായിരുന്നു. അവൾക്കത് വല്ലാത്തൊരു അസ്വസ്ഥതയായി മാറി. കഴിഞ്ഞ് സമീറ വന്നതും സാറ വളരെ കോപത്തോടു കൂടെ പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, ഇവിടെ നിന്ന് പോകൂ. ഞാൻ ഒരുപാട് നേരമായി നിന്നെ കാത്തിരിക്കുന്നു. ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല. ഞാൻ ഖാലിദിനോട് സംസാരിക്കാൻ പോവുകയാണ്. സമീറയുടെ കവിൾത്തടങ്ങൾ വീണ്ടും കണ്ണുനീർ ചാലുകളായി. അവൾ അവിടെ നിന്ന് എന്തിനെന്നില്ലാതെ കരഞ്ഞു. സമീറ പെട്ടെന്ന് അവരുടെ കാൽക്കൽ വീണു, പൊട്ടിക്കരഞ്ഞു. കണ്ണു നിറഞ്ഞ് കുലുങ്ങുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ദയവായി എന്നെ പുറത്താക്കരുത്, എനിക്ക് ഈ ജോലി വേണം. അവൾ കരഞ്ഞുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞു, എനിക്ക് 10 ദിവസം മുമ്പാണ് ഒരു കുഞ്ഞ് പിറന്നത്. എൻ്റെ കുഞ്ഞ് എനിക്കൊപ്പമില്ല. എന്നാലും എല്ലാ ദിവസവും എൻ്റെ ശരീരത്തിൽ പാൽ നിറയും. അതിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനേക്കാൾ കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് എൻ്റെ മാനസിക വിഷമമാണ്. ശരീരവേദന കൊണ്ട് ഞാൻ ബാത്റൂമിലേക്ക് ഓടുന്നത്. എനിക്ക് ആ പാൽ പുറത്തേക്ക് പിഴിഞ്ഞു കളയണം. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ കരയുന്നു. അത് കേട്ടതും സാറയുടെ ഹൃദയം തകർന്നു. അവർ ആവുന്ന വിധത്തിൽ സമീറയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അടുത്ത ദിവസം അവർ മകൻ ഖാലിദിനോട് പറഞ്ഞു, അവളെ നാട്ടിലേക്ക് അയക്കൂ. വിസയുടെ പണവും 2 വർഷത്തെ മുഴുവൻ ശമ്പളവും തികച്ചു കൊടുക്കണം. അവൾക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനൊപ്പം അവൾ ജീവിക്കട്ടെ. ഖാലിദിന് അതിൽ വലിയ സമ്മതമില്ലായിരുന്നു. പക്ഷേ ഉമ്മയുടെ വാക്ക്, ഉമ്മയുടെ തീരുമാനം, അത് അവൻ അനുസരിച്ചു. ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഖാലിദ് സമീറയുടെ 2 വർഷത്തെ മുഴുവൻ ശമ്പളവും കൊടുത്ത് അവളെ സന്തോഷത്തോടെ യാത്രയാക്കി. വീണ്ടും ആ വീട്ടിൽ ആ ഉമ്മയും മകനും ഒറ്റയ്ക്കായി. അതിനുശേഷം ഖാലിദ് തന്നെ ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി. അവന്റെ എല്ലാ ബിസിനസ് ആവശ്യങ്ങളും തിരക്കുകളും മാറ്റിവെച്ച്. അങ്ങനെ ഒരു ദിവസം റെഗുലർ ചെക്കപ്പിനായി അവർ ആശുപത്രിയിലെത്തി. ഡോക്ടർ പഴയ റിപ്പോർട്ടും പുതിയ സ്കാനിംഗ് റിപ്പോർട്ടും മാറി മാറി പരിശോധിക്കുന്നതും അത്ഭുതപ്പെടുന്നതും കണ്ട് അവൻ ആകെ പരിഭ്രാന്തിയിലായി. എന്തു പറ്റി ഡോക്ടർ? ഡോക്ടർ ചോദിച്ചു. അല്ല, ഇതെങ്ങനെ സാധിക്കും? ഇവർ തന്നെയല്ലേ സാറ? അതെ, ഇവർ തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മുൻപിലത്തെ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഇവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കുറച്ചു സമയത്തേക്ക് ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. കുറച്ചു നേരത്തേക്ക് ആ ഉമ്മയും മകനും സ്തബ്ധരായിരുന്നു. അവർക്ക് കുറച്ച് സമയമെടുത്തു കാര്യങ്ങൾ മനസ്സിലാക്കാൻ. സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിവുണ്ടായതും ഉമ്മി സാറ കൈകൾ ഉയർത്തി ദുആ ചെയ്തു. അല്ലാഹുവേ നന്ദി. ആ ഉമ്മയും മകനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു.